ഹലോ ഗൈസ്, ഇന്നൊരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. നമ്മളെല്ലാം സെറ്റാകുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പാർലറിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് പോകും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലീനപ്പും അതുപോലെ തന്നെ ഫേഷ്യലും പിന്നെ നമ്മൾ ത്രെഡിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ മന്ത്ലി വൺസൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കൂടുതലും ടൈം കിട്ടാറില്ല. നമ്മുടെ ജോലി അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളായിട്ട് നമ്മളെപ്പോഴും ബിസി ആയിരിക്കും. നമുക്ക് നമ്മളെ തന്നെ നോക്കാനൊരു ടൈം നമ്മൾ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊന്നും അങ്ങനെ ഒരു ടൈമേ കിട്ടാറില്ല. നമ്മുടെ ആ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മുടെ കാര്യം മറന്നു പോകാറുണ്ട്. അപ്പം ഏതായാലും മന്ത്ലി വൺസ് ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഹെയർ കെയർ പിന്നെ ഒരു 3 months കൂടുമ്പോഴാണ് കേട്ടോ ഹെയറൊക്കെ കട്ട് ചെയ്തൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റിൽ തന്നെ ക്ലീനപ്പാണ് ചെയ്യുന്നത്. ഈ സംഭവം കുത്തുമ്പോൾ നല്ല പെയിനാണ് കേട്ടോ. സാരമില്ല, കാര്യം മുഖത്തൊക്കെ ഒരുപാട് കുരുക്കളും അതുപോലെ തന്നെ ബ്ലാക്ക് പിഗ്മെൻറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും നമുക്ക് സമയമെടുത്ത് വേണം ഇന്ന് നമ്മുടെ ഈ പരിപാടികളൊക്കെ നടത്താനായിട്ട്. പിന്നെ ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയത്. മിക്കപ്പോഴും സമയം കിട്ടാറില്ല, കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പല പല കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് ഞാൻ ത്രെഡ് ചെയ്തിട്ടൊക്കെ ഒരുപാട് നാളായിരുന്നു. ജോലിക്ക് കയറി പിന്നെ ത്രെഡ് ചെയ്തില്ല. അപ്പോൾ 1 month ആയില്ലേ, 1 month മേളിലായി. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ന് ഞാൻ ഇതിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നമുക്ക് ഫേസ് കെയർ ഒക്കെ ചെയ്യാമെന്ന് വെച്ചു. കുറേ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ പാക്കൊക്കെ ഇട്ടും നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ കസിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് പോകാറുള്ളത്. ചേച്ചി നല്ല സെറ്റായിട്ടാണ് എല്ലാം ചെയ്തു തരാറുള്ളത്. അപ്പോൾ നമ്മുടെ പ്രാവുകൂട്ടിലാണ്, അതായത് കല്ലിശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്കായിട്ട് വരുന്നൊരു പ്ലേസ്. തിരുവല്ല വരെ പോകണ്ട, കല്ലിശ്ശേരി തിരുവല്ല അല്ലെങ്കിൽ ചെങ്ങന്നൂർ തിരുവല്ല ആയിരിക്കുമല്ലോ ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രാവുകൂട്ടിലാണ് ഈ പ്ലേസ് വരുന്നത്. അപ്പോൾ സ്പാരോ ബ്യൂട്ടി സാലൂൺ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയാണ് മിക്കപ്പോഴും എല്ലാം ചെയ്യാറുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഹെയർ കെയർ, അതായത് പാക്ക് ഇട്ടിട്ട് അത് വെയിറ്റ് ചെയ്യണമല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് മുടിയൊന്ന് വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ തലവേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഷാമ്പൂ അങ്ങനെ ഒരുപാട് ഇടാറൊന്നുമില്ല ഗൈസ്. വീക്ക്ലി വൺസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഷാമ്പൂ അങ്ങനെ യൂസ് ചെയ്യത്തില്ല, കാര്യം എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാനിതുപോലെ അതുകൊണ്ട് വന്ന് വാഷ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ചൊരു റിലാക്സേഷനൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഷാമ്പൂ ഇടും, എന്നാലും ഞാൻ അതിൻ്റെ കൂടെ എണ്ണയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ മുടിയൊക്കെ വാഷ് ചെയ്ത് വന്നിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ഫേസ് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ യക്ഷിയുടെ പാട്ട് ഓർത്തു കേട്ടോ. ഞാനൊരു വട യക്ഷി ഇതുവഴി പോയപ്പോൾ ചുമ്മാ കയറിയതാ. അപ്പോൾ ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഞങ്ങളിങ്ങനെ മുടിയൊക്കെ ഡ്രൈ ആക്കിക്കൊണ്ടൊക്കെ മുടിയൊന്ന് ഉണക്കണ്ടേ, മുടിയൊക്കെ ഒന്ന് ഉണക്കി സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് മുഖത്തെല്ലാം വാഷ് ചെയ്ത് കളയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊരു ഓയിൽ മാറ്റി തേച്ച് നോക്കിയതാണ്, പക്ഷെ അത് പിടിക്കുന്നില്ല, നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എളുപ്പം വന്ന് മുടി ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. മുടി ഒന്ന് ലെവലാക്കി ഇടുമ്പം കൊഴിച്ചിലൊക്കെ ഒന്ന് കുറയും, പിന്നെ മുടി ഒന്ന് സെറ്റാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എളുപ്പം വന്ന് മുടി വെട്ടുന്നത്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ചൂടാക്കി സെറ്റാക്കി ഇനി നമുക്ക് പോയി നമ്മുടെ പാക്ക് അഴിച്ച് കളഞ്ഞ് നെക്സ്റ്റ് വേറൊരു പാക്ക് കൂടെ ചേച്ചി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു ഫേസിനൊക്കെ ആണെങ്കിലും നല്ലൊരു ഫീലിങ്സ്, നല്ലൊരു എനർജി ആയിരുന്നു. കാര്യം കുറേ ആയി നമ്മൾ പാക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അടുത്ത പാക്ക് കൂടെ ഒക്കെ ഇട്ട് ഇനി അതും കൂടെ ഉണങ്ങണം ഗൈസ്. അത് ഉണങ്ങാനെടുക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. പിന്നെ കണ്ണൊക്കെ നീറുന്നുണ്ട് കേട്ടോ. അതിടയ്ക്ക് വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ കണ്ണൊക്കെ നീറുന്നതാണ്. അപ്പോൾ ആ പാക്ക് ഇട്ട് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഫേസൊക്കെ നല്ല ബ്രൈറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അടുത്ത പരിപാടിയിലോട്ട് പോകും, ത്രെഡ് ചെയ്യുക. അപ്പം അതായത് ക്ലീനപ്പ് ഫേഷ്യലൊക്കെ കഴിഞ്ഞ് മുടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ത്രെഡ് ചെയ്യാനാണ് പോകുന്നത്. ത്രെഡ് ചെയ്തിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ പെയിൻ ഉണ്ട് കേട്ടോ. കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. ത്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട്, കുറച്ചായി, 1 മാസമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അന്നേരം സാരമില്ല, നമുക്ക് ത്രെഡൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത്. അപ്പോൾ ചേച്ചിയിലൂടെ നല്ല അഫോർഡബിൾ റേറ്റ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം ചെയ്തു തരുന്നത്. മിക്കപ്പോഴും ഞാനിവിടെ നിന്ന് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക കേട്ടോ. പ്രാവൻകൂട് ആ ഏരിയയിലൊക്കെ ഉള്ളവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നമുക്ക് മുടി ഒന്നുകൂടെ അതായത് എൻ്റെ മുടി നല്ല എണ്ണയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എത്ര വാഷ് ചെയ്തെന്ന് പറഞ്ഞാൽ എണ്ണ പെട്ടെന്നൊന്നും പോകത്തില്ല. എനിക്ക് എണ്ണ ഇടാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ഓൾറെഡി എൻ്റെ മുടി ലെയറായിരുന്നു, പക്ഷെ അത് വളർന്നുകൊണ്ട് ഒരു ഇതായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മളിനി സ്ട്രെയിറ്റ് വെട്ടിയാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് യു അടിച്ചിട്ടാന്ന് വെച്ചു.
അപ്പോൾ ഇതാ യു ആണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. യു കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുടി വെട്ടിയെടുത്തിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് പറയണേ, എങ്ങനെയുണ്ട് കണ്ടിട്ടെന്ന് പറയണം. ഇച്ചിരി ലോങ് ഹെയർ ഉള്ളവർക്ക്, എനിക്കിതിലൊക്കെ നല്ല ഹെയർ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയത് കേട്ടോ. ലോങ് ഹെയർ ഉള്ളവർക്ക് സത്യത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ്. ഇത്രയായിട്ട് അതായത് ഇച്ചിരി ഞാൻ ലെങ്ത്തൊക്കെ കുറച്ചിട്ട് പോലും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടാട്ടോ. എനിക്ക് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കെയർ ചെയ്യത്തില്ല, അങ്ങനെ അഴിച്ച് വാരിയൊക്കെ ഇട്ട് അത് മൊത്തത്തിൽ അഴുക്കായി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം പിന്നെ ഞാനിങ്ങനെ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഇച്ചിരിയെങ്കിലും ഒരു മെനയായിട്ട് കിടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ മുടി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ട്, ഇത് ചെറുതായിട്ട് ഒരുങ്ങുമെന്ന് വെച്ചാൽ ഞാൻ പൊട്ടൊക്കെ കുത്തിയിട്ടായിരുന്നു വന്നത്, കൂരി വെച്ചിട്ടാണ് ത്രെഡ് ചെയ്യാനൊക്കെ പോയത്. അപ്പോൾ നമുക്ക് പൊട്ടൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് ഒന്ന് സെറ്റായാലും നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഇതൊക്കെ മാറ്റി വെക്കുമല്ലോ. അപ്പോൾ ഇതായതാണ് ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾ ബിഫോർ കണ്ടാണല്ലോ ആഫ്റ്റർ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് സെറ്റായി എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ഞാൻ എണ്ണ തേച്ച മുടിയെല്ലാം വീണ്ടും ചീത്തയാക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ തന്നെ നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. മഹാലക്ഷ്മി പോയി മഹാലക്ഷ്മിയുടെ വീഡിയോ ഒക്കെ കാണുമോ? നല്ലതാണോ? കാണും. വീട്ടിൽ ആരൊക്കെ കാണും? മഹാലക്ഷ്മി മാത്രമേ കാണുന്നില്ല. അമ്മ കാണുമോ? പിന്നെ ചേട്ടൻ കാണും. ചേട്ടനല്ല പഠിക്കുന്നത്. ആറില്ല. ഇതിൻ്റെ ഒരു കുട്ടി ആരാധിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോൾ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.